ഹായ് നമസ്കാരം. സഹകാരി PSCയുടെ പുതിയൊരു PYQ സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 239/2023 എന്ന് പറയുന്ന പ്രിലിംസിന് നടന്നിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ്. 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ 80ഓളം ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. കൂടുതലും SCRT പാഠഭാഗത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം ഒന്ന് എഴുതി പോവുക. എന്നിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഫൈനലി കിട്ടിയെന്നുള്ളത് ഒന്ന് നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓരോ ചോദ്യം കാണുമ്പോഴും ആ ചോദ്യം കാണുക, പോസ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ആ ചോദ്യം ശരിയാണോ അല്ലയോ എന്ന് പോസ് മാറ്റി നോക്കി ചെയ്തു പോവുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് തന്നെ കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണെന്നാണ്. ഇത് 2023 നടന്നൊരു ചോദ്യ പേപ്പറാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ 2025 ആരാണ്? 2025 ഏഷ്യ കപ്പ് കിരീടം, പുരുഷ ഏഷ്യ കപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ തന്നെയാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം: പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം ഏത്? മിൽഖ സിംഗ് പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ ആണ് അദ്ദേഹം. അന്തരിച്ച വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ് അന്തരിച്ചത്? 2021 മിൽഖ സിംഗ് അന്തരിച്ചത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണടാ വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഓപ്ഷൻ എ ആയിട്ടുള്ള ജോൺ ഡാൾട്ടൺ ആണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് കണ്ടുപിടിച്ചത് കേട്ടോ. അടുത്ത 4ാമത്തെ ചോദ്യം: പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? 22 ജൂലൈ 2019 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത്. ഓക്കെ, 22 ജൂലൈ 2019 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത്. ക്ലിയർ അല്ലേ? അടുത്തത്: ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്? 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ അല്ലേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആണ്. നിങ്ങൾ ഉത്തരം ആ ചോദ്യം കാണുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? ഓപ്ഷൻസ് കാണുന്നതിന് മുന്നേ തന്നെ ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അടുത്ത ചോദ്യം: കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആരാണ്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ആണ്. നിർമ്മല സീതാരാമൻ ആണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും കോർപ്പറേറ്റ് കാര്യ മന്ത്രിയും എല്ലാം ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം: രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് പത്രമാണ് ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ചത്? സമ്പാദ് കൗമുദി. ഏതാണ്? സമ്പാദ് കൗമുദിയാണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഇവിടെ രണ്ടും കൺഫ്യൂസിങ് ആവരുത്. മിറാത്തുൽ അക്ബറും തന്നിട്ടുണ്ട്, സമ്പാദ് കൗമുദിയും തന്നിട്ടുണ്ട്. മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ് ആരംഭിച്ചത്, എന്നാൽ സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ് രാജാറാം മോഹൻ റോയ് ആരംഭിച്ചത്. ക്ലിയർ അല്ലേ? അടുത്ത 8ാമത്തെ ചോദ്യം നോക്കിക്കേ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണടാ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ശ്യാം ശരൺ നേഗിയാണ്. ഓപ്ഷൻ എ ആയിട്ടുള്ള ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ എന്നറിയപ്പെടുന്ന ആൾ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 9ാമത്തെ ചോദ്യം: ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഏത് അറ്റ്മോസ്ഫിയർ ലെയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത്? ഏതാണ്? മീസോസ്ഫിയർ ആണ് കേട്ടോ. മീസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണടാ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത്? ആരാണ്? അതെ, ബാലഗംഗാധര തിലകാണ് വാലന്റൈൻ ഷിറോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. 11ാമത്തെ ചോദ്യം നോക്കാം. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ആണവോർജ നിലയം തന്നെയാണ്. കർണാടകത്തിലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം? കൈഗയാണ് കേട്ടോ. കൈഗയാണ് കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം എന്ന് പറയുന്നത്. അപ്പൊ കൽപ്പാക്കം ഏത് സംസ്ഥാനത്തെ പ്രധാന ആണവോർജ നിലയമാണ്?
തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ ആണവോർജ നിലയമാണ് കൽപ്പാക്കം ആണവോർജ നിലയം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ കാക്രപ്പാറ. കാക്രപ്പാറ എവിടത്തെയാണ്, ഏത് സംസ്ഥാനത്തെ ആണവോർജ നിലയമാണ്? ഗുജറാത്ത്. ഗുജറാത്തിലെ ആണവോർജ നിലയമാണ് ഏതടാ? കാക്രപ്പാറ. അതുപോലെ നറോറയാണെങ്കിലോ? നറോറ ഉത്തർപ്രദേശിലെയാണോ? ഉത്തർപ്രദേശിലെ ആണവോർജ നിലയമാണ് നറോറ. അതുപോലെ കൈഗ എവിടത്തെയാണ്? കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയമാണ് കൈഗ. ക്ലിയർ അല്ലേ? അടുത്ത 12ാമത്തെ ചോദ്യം, ധാതുക്കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ധാതുക്കലവറ, ധാതുക്കലവറ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. മിനറൽസിന്റെ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയും ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഉത്തരമഹാസമതലം. ഇത് രണ്ടും കൺഫ്യൂസിംഗ് ആയി തിരിഞ്ഞു പോകരുത്. ധാതുക്കളുടെ കലവറയാണ് ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നതാണ് ഉത്തരമഹാസമതലം. ക്ലിയർ അല്ലേ? ഇത് 2 പോയിന്റും SCERT ക്ലിയർ ആയിട്ട് തന്നിട്ടുള്ളതാണ്. അതിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളതും. അതുകൊണ്ട് SCERT നന്നായിട്ട് പഠിക്കണം. അടുത്ത 13ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണടാ? ഡക്കാൻ പീഠഭൂമിയാണ് ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. 14ാമത്തെ ചോദ്യം, അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണടാ? 4 സ്ഥലങ്ങൾ. അതാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഈ ഒരു സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്ന് പറയുന്ന ഈ 4 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. PSCയുടെ ഒരു ആവർത്തനം ഉള്ള ഒരു ചോദ്യമാണിത്. എപ്പോഴും PSC ചോദിക്കാറുണ്ട് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇനി മറക്കരുത്, ഏതൊക്കെയാണ് ഈ 4 സ്ഥലങ്ങൾ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഈ 4 സ്ഥലങ്ങളാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണെന്നാണ്. നമുക്കറിയാം പല ഘട്ടങ്ങളിലായിട്ടാണ് പർവ്വതനിര കിടക്കുന്നത്. അതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. അപ്പൊ ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2 എന്ന് പറയുന്ന ആ ഒരു കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ് കേട്ടോ. കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 17ാമത്തതും SCERT നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണടാ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? മുംബൈ ആണ്. മുംബൈ. കോട്ടോണോപോളിസ്, കോട്ടൺ പരുത്തിയുടെയൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം എന്ന് പറയുന്നത് ഏതാണ്? മുംബൈ ആണ്. ക്ലിയർ അല്ലേ? 18ാമത്തെ ചോദ്യം നോക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇവിടെ നോട്ട് ചെയ്യുക, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ കണ്ണ് എങ്ങോട്ടേക്ക് പോവാം? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോയിലോട്ടൊക്കെ പോവാം. അങ്ങോട്ട് പോകരുത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് ചോദിച്ചിരിക്കുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തുത്തരം കൊടുക്കായിരുന്നു? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ കൊടുക്കായിരുന്നു. സൗത്ത് ഇന്ത്യയിലായതുകൊണ്ട് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഇതും SCERT നിന്നുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണടാ? മുംബൈ ഹൈ ആണ് കേട്ടോ. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്ന് പറയുന്നത്. 10th പ്രിലിംസ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് SCERT പാഠഭാഗങ്ങൾ അധികവും SCERT നിന്ന് തന്നെയായിരിക്കും വരുന്നത്. SCERT അത്രത്തോളം പ്രാധാന്യമുണ്ട്. 5 to 10 വരെയുള്ള ക്ലാസ്സസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാനായിട്ട് പറ്റും. ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 2023 പ്രിലിംസിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ SCERT നിന്ന് എന്തോരം ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളതെന്ന്.
അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 20ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിലാണ് ചോദിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനെയാണ് ചോദിക്കുന്നത്. ആരാണടാ സ്ഥിരം അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്രനാഥ പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. താൽക്കാലിക അധ്യക്ഷനെയാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എടുക്കായിരുന്നു. സ്ഥിരം അധ്യക്ഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്ലിയർ അല്ലേ? 22ാമത്തെ ചോദ്യം, അയിത്താചാരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്നാണ് പറയുന്നത്. ഏതാണ്? അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? നമുക്കറിയാം ആർട്ടിക്കിൾ 17 ആണ് അല്ലെ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17, അനുച്ഛേദം 17 എന്ന് പറയുന്നത്. അയിത്താചാരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനാ വകുപ്പാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്രാമത്തെ ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 51A അല്ലെ. 51A തുടങ്ങി BCDEFG എന്ന് പറഞ്ഞ് പോകുന്നതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 51A. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയാണ് ചോദിക്കുന്നത്. നിലവിലെ, നമുക്ക് ഈ ഒരു ചോദ്യം 2023 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിലവിലെ ഇപ്പോഴത്തെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ ആണ് കേട്ടോ. വി ഹരി നായർ ആണ് നിലവിലെ ഈ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ആരാണടാ? വി ഹരി നായർ ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു ചോദ്യ പേപ്പറിൽ ഇല്ല, കാരണം ഇത് 2023 ചോദിച്ചതാണ്. ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, വി ഹരി നായർ ആണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. അടുത്തത് 25ാമത്തെ ചോദ്യം, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? ആരാണടാ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതിയാണ് അല്ലെ. സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ചോദ്യത്തിൽ എന്താണ്? ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം എത്രയാണ്? 52 സെക്കൻഡ് ആണ് ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം എന്ന് പറയുന്നത്. 52 സെക്കൻഡ് ആണ്. ഹ്രസ്വ രൂപത്തിലാണെങ്കിൽ 20 സെക്കൻഡ് ആണ്. അങ്ങനെ PSC എടുത്ത് ചോദിക്കണമെങ്കിൽ അതാണ് ഉത്തരം. അല്ലാതെ നോർമലി ആലപിക്കേണ്ട സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡ് ആണ്. ആരാണ് ജനഗണമന എഴുതിയത്, രചിച്ചത്? നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇതൊക്കെ പ്രിലിംസിൽ ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ ചിഹ്നങ്ങൾ, അതുപോലെ ദേശീയ വൃക്ഷം, ദേശീയ പക്ഷി എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രിലിംസിൽ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. നമ്മുടെ ചാനലിലും അതിനെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കാണുക കേട്ടോ. അടുത്ത 27ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് നിയമ അവകാശമാക്കി മാറ്റിയത്? 44ാം ഭേദഗതിയാണ്. 44ാം ഭരണഘടനാ ഭേദഗതി 1978. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയത്. നേരത്തെ മൗലികാവകാശങ്ങളിലായിരുന്നു ഏതുണ്ടായിരുന്നത്? സ്വത്തവകാശം ഉണ്ടായിരുന്നത്. അതിനെ മാറ്റി നിയമാവകാശമാക്കി. ഇപ്പോ ഏത് ആർട്ടിക്കിളിലാണ് ഈ ഒരു സ്വത്തവകാശം വരുന്നതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 300A ഇപ്പൊ നിലവിൽ ഉള്ളത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണിത്, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലാണ് സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയത്. നിലവിൽ ഈ ഒരു സ്വത്തവകാശം ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 300A. ക്ലിയർ അല്ലേ? അവിടെ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും.
അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? എത്ര ആരക്കാലുകളാണുള്ളത്? നമ്മൾ കുഞ്ഞിലെ തൊട്ടേ പഠിക്കുന്നതാണ് അല്ലെ. 24 ആരക്കാലുകളാണ് ദേശീയ പതാകയ്ക്ക് ഉള്ളത്. ക്ലിയർ അല്ലേ? ഏതൊക്കെ നിറങ്ങളുണ്ട്? കുങ്കുമ നിറമുണ്ട്, വെള്ള നിറമുണ്ട്, പച്ച നിറമുണ്ട്. ഓരോ നിറങ്ങളും സൂചിപ്പിക്കുന്ന എന്തിനെയാണ് എന്നെല്ലാം PSC ചോദിക്കും. അപ്പൊ നിങ്ങൾ അതെല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് നമുക്ക് വേണമെങ്കിൽ അത് പറയാം. കുങ്കുമ നിറം എന്തിനെയാണ്? ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറമാണ് കുങ്കുമ നിറം. അതുപോലെ വെള്ള എന്ന് പറയുന്നത് സമാധാനത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ പച്ച നിറം ഫലഭൂയിഷ്ഠതയൊക്കെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച നിറം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ എന്നുള്ള ചോദ്യങ്ങളെല്ലാം PSC സ്ഥിരം ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എന്തായാലും ഉറപ്പായിട്ട് പ്രിലിംസിന് അങ്ങനെ ഒരു ചോദ്യം കാണും. അടുത്ത ചോദ്യം നോക്കാം. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ്, വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണടാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ്. ദേശീയ ഗീതം എന്നത് വന്ദേ മാതരമാണെന്നും ദേശീയ ഗാനം എന്നത് ജനഗണമനയാണ് എന്നതും ഓർത്തു വെക്കുക. അത് തിരിഞ്ഞു പോകരുത്. വന്ദേ മാതരം എന്ന് പറയുന്നത് ദേശീയ ഗീതവും ജനഗണമന എന്ന് പറയുന്നത് നാഷണൽ ആനന്ദം അഥവാ ദേശീയ ഗാനവും ആണ് എന്ന് ഓർക്കുക. അപ്പൊ നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന. അതുപോലെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. നിങ്ങൾ ഉറപ്പിച്ച് പഠിച്ചോ, ഈ ഒരു ചോദ്യം അടുത്ത പ്രിലിംസിലും കാണാം. അത്രത്തോളം റെപ്പിറ്റീഷൻ ഉള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ, ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനർസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തതാര് എന്നാണ് ചോദിക്കുന്നത്. ആരൊക്കെയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന ഒരു സംഘടനയുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഫസൽ അലി, HN കുൻസ്രു, അതുപോലെ KM പണിക്കർ. ഇവർ 3 പേരുമാണ് ഈ ഒരു കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണടാ? VP മേനോനാണ് തന്നിരിക്കുന്നത്. പക്ഷെ PSC ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽ ചെയ്യാനുള്ള റീസൺ, ഇവിടെ ഓപ്ഷനിൽ ഫസൽ അലി എന്നല്ല തന്നിട്ടുള്ളത്, ഹസൻ അലി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും തെറ്റായിട്ട് വരില്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള സാധ്യതയും ഇവിടെ ഇല്ല. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? PSC ക്യാൻസൽ ചെയ്തു. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന പുനർസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഫസൽ അലി, HN കുൻസ്രു, അതുപോലെ KM പണിക്കർ. ഇവർ 3 പേരാണെന്ന് ഓർക്കുക. 32ാമത്തെ ചോദ്യം, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? ആരാണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓപ്ഷൻ സി, അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത്. 33ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഏത് രാജ്യത്ത് വെച്ചാണ് ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് ലാലാ ഹർദയാൽ രൂപം നൽകിയത്? അമേരിക്കയിൽ വെച്ചാണ് കേട്ടോ. അമേരിക്കയിൽ വെച്ചിട്ടാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത്. ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത് അമേരിക്കയിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ. ഇവയെല്ലാം നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇവയെല്ലാമാണ്. മദ്രാസ് ലേബർ യൂണിയനും AITUCയും അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ ഇവയെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉദയം ചെയ്തിട്ടുള്ള തൊഴിലാളി സംഘടനകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളാണ് കേട്ടോ. അടുത്ത 35ാമത്തെ ചോദ്യം, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആ ഒരു സമയത്ത് 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദയായിരുന്നു വൈസ് ചെയർമാൻ. ക്ലിയർ അല്ലേ? ഓർക്കുക, ആരായിരുന്നടാ? ഗുൽസാരിലാൽ നന്ദയായിരുന്നു വൈസ് ചെയർമാൻ. അതുപോലെ ഓപ്ഷനിൽ ജവഹർലാൽ നെഹ്റുവും തന്നിട്ടുണ്ട്. പെട്ടെന്ന് ചാടിക്കേറി അവിടെ കുത്തരുത്. കാരണം ചെയർമാൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ജവഹർലാൽ നെഹ്റു നമുക്ക് എഴുതായിരുന്നു. ഇവിടെ ആരാണ്? വൈസ് ചെയർമാനെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഗുൽസാരിലാൽ നന്ദയാണ്. അടുത്ത 36ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്?
ഏത് കമ്മീഷനാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തത്? കോത്താരി കമ്മീഷനാണ് കേട്ടോ. കോത്താരി കമ്മീഷനാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തത്. 37ാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്, പെട്ടെന്ന് നിങ്ങൾ APJ അബ്ദുൽ കലാമിലോട്ടൊന്നും പോകരുത്, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത 38ാമത്തെ ചോദ്യം, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ആരുടെ പുസ്തകമാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? VP മേനോനാണ് കേട്ടോ. VP മേനോനാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് VP മേനോനാണ്. അടുത്ത 39ാമത്തെ ചോദ്യം, 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IIT-കളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായത്? അതായത് 5 ഇയർ പ്ലാനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IIT-കളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 IIT-കളാണ് സ്ഥാപിതമായത്. 40ാമത്തെ ചോദ്യം, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ഏത് സ്ഥാപനമാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകൃതമായ, ന്യൂഡൽഹി ആസ്ഥാനമായി രൂപീകൃതമായ സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമിയാണ് ന്യൂഡൽഹിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആരാണടാ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ക്ലിയർ അല്ലേ? 42ാമത്തെ ചോദ്യം, ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ് ചാന്നാർ ലഹള നടന്നത്? 1859 ചാന്നാർ ലഹള നടന്നത്. ഓക്കെ ആണോ? അടുത്ത 43ാമത്തെ ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ഒന്നുകൂടെ വായിക്കാം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് ഈ തന്നിരിക്കുന്നത്. അടുത്ത 44ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ആരുടെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്? നമുക്കറിയാം, കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ക്ലിയർ അല്ലേ? അടുത്ത 45ാമത്തെ ചോദ്യം, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്? C. ശങ്കരൻ നായർ ആണ്. C. ശങ്കരൻ നായർ ആണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. C. ശങ്കരൻ നായർ ആണ്. 46ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കുള്ള തുടക്കം കുറിച്ച സംഭവം എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ ആണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കുക, 1891 നടന്ന മലയാളി മെമ്മോറിയൽ ആണ് കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം എന്ന് പറയുന്നത്. 47ാമത്തെ ചോദ്യം നോക്കാം. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ കേട്ടോ. AV കുട്ടിമാളു അമ്മയാണ് മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത എന്ന് പറയുന്നത്. അടുത്ത 48ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനർസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്, ഏത് സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിലാണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനർസംഘടിപ്പിക്കണം എന്നൊരു പ്രമേയം അവതരിപ്പിച്ചു? അത് ഏത് സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിലാണ്? പയ്യന്നൂർ വെച്ച് നടന്ന സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിലാണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ മാത്രം ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് രൂപീകരിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചത്. പയ്യന്നൂർ നടന്ന സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അടുത്തത് 49ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? ആരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്? ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്?
വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉപ്പു സത്യാഗ്രഹം നമുക്കറിയാം പല സ്ഥലങ്ങളിലായിട്ടാണ് പലരാണ് നേതൃത്വം നൽകിയത്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അറിയപ്പെടുന്നത്. ഓർത്തു വെക്കുക, കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നത് ആരാണടാ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അദ്ദേഹമാണ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത 51ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഏറ്റവും വലിയ ജില്ല ഏതാണടാ? ഇടുക്കി അല്ലെ. ഇപ്പൊ എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. 52ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? പി രാജീവ് ആണ് അല്ലെ. അപ്പൊ കേരളത്തിലെ ഖാദി അതുപോലെ ഗ്രാമ വ്യവസായങ്ങളുടെ ഒക്കെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? പി രാജീവ് ആണ്. 53ാമത്തെ ചോദ്യം, കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത്? ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് പതറും. GV രാജ എന്നാണ് ഓപ്ഷനിൽ തന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ കറുപ്പിക്കായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആയിട്ടുള്ള ഗോധവർമ്മ രാജ എന്നാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ആരാണ് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത്? ഗോധവർമ്മ രാജ, അതായത് GV രാജയാണ്. 54ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഏത് വന്യജീവി സങ്കേതമാണ് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത്? ചിന്നാറാണ്. ഇതും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലും ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചിന്നാർ വന്യജീവി സങ്കേതമാണ് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അടുത്ത 55ാമത്തെ ചോദ്യം, അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏതാണ്? ഏത് കൃഷി രീതിയാണ് അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ളത്? പുനം കൃഷിയാണ് കേട്ടോ. പുനം കൃഷിയാണ് അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതിയാണ് പുനം കൃഷി. 56ാമത്തെ ചോദ്യം, ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യ നദി ഏതാണ്? ഏത് നദിയാണ് ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പുണ്യ നദി എന്ന് പറയുന്നത്? മീനച്ചിലാറാണ്. 56C മീനച്ചിലാറാണ് ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യ നദി എന്ന് പറയുന്നത്. അടുത്ത 57ാമത്തെ ചോദ്യം, പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം ഏത്? ഏത് പഴവർഗമാണെടാ പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ളത്? ചക്കയാണ് കേട്ടോ. ചക്കയാണ് പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗമാണ് ചക്ക. 58ാമത്തെ ചോദ്യം, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ പറഞ്ഞവയെല്ലാം തന്നെ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ഉത്തരമാണ്. ഏതൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല് എന്നുള്ള ഈ പറയുന്നതെല്ലാം കേരളത്തിൽ നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. 59ാമത്തെ ചോദ്യം, എറണാകുളം ജില്ലയിൽ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? എവിടെ നടത്തിയ ഉത്ഖനനമായിരുന്നു പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചത്? ഒരു ഫാക്ട് ആണ് കേട്ടോ, കറണ്ട് അഫയേഴ്സ് ഫാക്ട് ആണ്. എവിടെയാണ്? പറവൂർ ആണ് കേട്ടോ. പറവൂർ നടത്തിയ ഉത്ഖനനത്തിന്റെ ഫലമായിട്ടാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ നൽകിയത്. 60ാമത്തെ ചോദ്യം, 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരംപാറ ഏത് ജില്ലയിലാണ്? PSC സ്ഥിരം ചോദിക്കാറുണ്ട് ഈ ഒരു ചോദ്യം. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരംപാറ എവിടെയാണെടാ? കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലാണ് പുല്ലൂരംപാറ സ്ഥിതി ചെയ്യുന്നത്. 61ാമത്തെ ചോദ്യം, മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ ഏതൊക്കെ? ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. ശരിയായിട്ടുള്ള ഒരു ഉത്തരം ഈ ഒരു ചോദ്യത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ PSC ക്യാൻസൽ ചെയ്തു. 62ാമത്തെ ചോദ്യം, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ
നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരെന്താണ്? എന്താണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയൊക്കെ വരണ്ട് കോർണിയ അതാര്യമാവുന്നു, കാഴ്ച മങ്ങുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു അന്ധതയിലേക്ക് നയിക്കുന്ന രോഗം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയുടെ പേരെന്താണ്? സിറോഫ്താൽമിയാണ് കേട്ടോ. സിറോഫ്താൽമിയാണ്, മറന്നു പോകരുത്. 63ാമത്തെ ചോദ്യം, ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SCRT ഫാക്ട് ആണ്. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെവിയാണ് കേട്ടോ. ചെവിയുമായി ബന്ധപ്പെട്ടതാണ് ഓർഗൻ ഓഫ് കോർട്ടി. 64ാമത്തെ ചോദ്യം, ഉമിനീരിന്റെ pH മൂല്യം എത്രയാണ്? എത്രയാണ് ഉമിനീരിന്റെ pH മൂല്യം എന്ന് പറയുന്നത്? 6.2 മുതൽ 7.6 വരെയാണ് ഉമിനീരിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. 6.2 to 7.6 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തതേത് എന്നാണ് ചോദിക്കുന്നത്. ആർദ്രം പദ്ധതി എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമല്ല, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, അത് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ്. പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി വിപുലപ്പെടുത്തുക, അതും ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ് കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെയൊക്കെ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആക്കി മാറ്റുക എന്നത് ആർദ്രം പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ എന്താണ്? ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക, അതും ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഓപ്ഷൻ ഡി, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു കാര്യം ആർദ്രം പദ്ധതിയുമായിട്ട് വരുന്നതല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത 66ാമത്തെ ചോദ്യം, 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾ പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിന്റെ ഇനം ഏതാണ്? ഏത് നെല്ലിനമാണടാ? സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾ പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായിട്ടുള്ള നെല്ലിന്റെ ഇനം ഏതാണ്? KAU മനുരത്നയാണ്. KAU മനുരത്നയാണ് കേട്ടോ. നല്ല പേരല്ലേ? KAU മനുരത്നയാണ് ആ തരത്തിലുള്ള ഒരു വിത്തിനം എന്ന് പറയുന്നത്. അടുത്ത 67ാമത്തെ ചോദ്യം, ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനത്തിന് കാരണമായിട്ടുള്ളതാണ് ഈ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? നമുക്കറിയാം, ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത്. ഗ്ലോബൽ വാർമിംഗിന് കാരണമായിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. 68ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തതേത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ. സുന്ദർബൻസ് വന്യജീവി സങ്കേതമാണ്, മാനസ് വന്യജീവി സങ്കേതമാണ്, സരിസ്ക വന്യജീവി സങ്കേതമാണ്. എന്നാൽ രൂപ്ഖുണ്ട് എന്ന് പറയുന്നത് വന്യജീവി സങ്കേതം അല്ല, അതൊരു തടാകത്തിന്റെ പേരാണ് രൂപ്ഖുണ്ട് എന്ന് പറയുന്നത്. മിസ്ട്രി തടാകം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു തടാകമാണ് ഈ രൂപ്ഖുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് വന്യജീവി സംരക്ഷണം അല്ലാത്തത് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ്. 69ാമത്തെ ചോദ്യം, കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? ഏത് വിഭാഗമാണ് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ളത്? ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേട്ടോ. ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം എന്ന് പറയുന്നത്. ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. ക്ലിയർ അല്ലേ? അടുത്ത 70ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലൈക്കണുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം. ശരിയാണ്. ലൈക്കണുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിലെ സൂചകങ്ങളായി കണക്കാക്കാം. നമ്മുടെ മറ്റേ ലിക്മസ് പേപ്പർ ഒക്കെ ഉണ്ടാക്കുന്നത് ലൈക്കൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം സസ്യവിഭാഗത്തിൽ നിന്നാണ് ലിക്മസ് പേപ്പർ ഉണ്ടാക്കുന്നതെന്നും കൂടി ഇവിടെ ഓർത്തു വെക്കുക. 2ാമത്തെ പോയിന്റ്, വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. അതും ശരിയാണ്. 3, കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്
തെറ്റാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെടാ? ഓപ്ഷൻ സി ആണ് അല്ലെ. 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത്. 71ാമത്തെ ചോദ്യം നോക്കാം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണെടാ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്. അപ്പൊ ഓപ്ഷൻസിൽ നോക്കിക്കേ, ജെ തോംസനെ തന്നിട്ടുണ്ട് അല്ലെ. ജെ തോംസൺ കണ്ടെത്തിയത് ഏതാണ്ടാ? ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. അതുപോലെ ഏണസ്റ്റ് റൂദർഫോർഡ് ഏതാണ്? പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതുപോലെ ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത 72ാമത്തെ ചോദ്യം. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെ പ്രസ്താവന, എല്ലാ അയിരുകളും ധാതുക്കളാണ്. അത് ശരിയല്ലേ? എല്ലാ അയിരുകളും എന്ത് തന്നെയാണ്? ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല എന്ന് ഓപ്ഷൻ 2 തന്നിട്ടുണ്ട്. അതും ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 1ഉം 2ഉം എന്ത് തന്നെയാണെടാ? ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ക്ലിയർ അല്ലേ? അടുത്ത 73ാമത്തെ ചോദ്യം. പരസ്പരം ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. പരസ്പരം ബന്ധമില്ലാത്തത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. സോഡിയം, അതുപോലെ സോഡിയം എന്താണ്? ആൽക്കലി ലോഹമാണ്. അത് ശരിയാണ് അല്ലെ. സോഡിയം എന്ത് ലോഹമാണ്? ആൽക്കലി ലോഹമാണ്. കാൽസ്യം സംക്രമണ ലോഹമാണ്. അത് തെറ്റല്ലേ? കാൽസ്യം സംക്രമണ ലോഹമല്ല. 3, അലുമിനിയം ബോറോൺ കുടുംബം. ബോറോൺ കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ് അലുമിനിയം. അതും ശരിയാണ്. 4, ക്ലോറിൻ ഉത്കൃഷ്ടവാതകം എന്നാണ് തന്നിട്ടുള്ളത്. ക്ലോറിയം ഉത്കൃഷ്ടവാതകമാണോ? അല്ല. അപ്പൊ 2ഉം 4ഉമാണ് ഇവിടെ ബന്ധമില്ലാതെ വരുന്നത്. അത് ഓപ്ഷനിൽ വരുന്നത് ഡിയിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത 74ാമത്തെ ചോദ്യം. ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? എന്താണ്? ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? 1:8 ആണ്. 1:8 ആണ് ഹൈഡ്രജനും അതുപോലെ തന്നെ എന്താണ്? ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിലുള്ള അനുപാതം എന്ന് പറയുന്നത് 1:8 ആണ്. ക്ലിയർ അല്ലേ? 75ാമത്തെ ചോദ്യം നോക്കാം. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണെടാ പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ എന്ന് പറയുന്നത്? കാർബണും അതുപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് ഏതിലെ? പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. 76ാമത്തെ ചോദ്യം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ്? എത്രയാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എന്ന് പറയുന്നത്? 20 ഹെർട്സ് ആണ്. 20 ഹെർട്സ് ആണ് താഴ്ന്ന പരിധി എന്ന് പറയുന്നത്. അടുത്ത 77ാമത്തെ ചോദ്യം നോക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഏതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? ജൂൾ ആണ് അല്ലെ. ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ജൂൾ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത 78ാമത്തെ ചോദ്യം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്തെന്നറിയപ്പെടുന്നത്? സംവഹനം എന്നറിയപ്പെടുന്നത് അല്ലെ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത 79ാമത്തെ ചോദ്യം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെ എന്താണ് അറിയപ്പെടുന്നത്? ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇരുവശങ്ങളിലേക്കായിട്ട് ചലിക്കുന്നതിനെ ദോലനം എന്നാണ് അറിയപ്പെടുന്നത്. ദോലനം എന്നറിയപ്പെടുന്നതാണ് ചലനം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു പാഠഭാഗം. സയൻസിലെ പാഠഭാഗത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ക്ലാസ് യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണുക. ചലനം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന SCERT ചാപ്റ്റർ ആണ് കേട്ടോ. അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് അല്ലാതെ ഒരു ചോദ്യം പോലും PSC എന്ത് ചെയ്യാറില്ല, ഈ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറില്ല. അപ്പൊ ക്ലിയർ അല്ലേ? വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെ ദോലനം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത 80ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുവടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? സൗരോർജം, കാറ്റ്, തിരമാല, കൽക്കരി എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതില് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൽക്കരിയാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? പുനർസ്ഥാപിക്കപ്പെടാൻ കഴിയാത്ത ഒരു വസ്തുവാണ് കൽക്കരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഊർജ്ജമാണ് അല്ലെ. ബാക്കിയൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത്
കൽക്കരിയാണ് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ്, 80 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ടൈം ഉണ്ട്, ഒരുപാട് സമയം നിങ്ങൾക്ക് മുന്നിലുണ്ട്. SCRTയും അതുപോലെ നമ്മുടെ ക്ലാസ്സസും എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രിലിംസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ലിസ്റ്റിൽ ഇടം നേടാനും സാധിക്കും. അപ്പൊ ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരേക്കും, മറ്റൊരു PYQ സീരീസും SCRT ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.